പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ സമയം കളയണ്ട, രസങ്ങളിലേക്ക് കടക്കാം. രസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ല. എല്ലാ രസങ്ങളും ഉൾക്കൊള്ളാൻ ദയവായി എനിക്ക് അല്പം സമയം തരും. മുതലാളി നാട്ടില് നമ്മൾ മാത്രമാണോ ലഹരി അടിക്കണത്? ഞാൻ അടിക്കാനാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. അടിക്കാനാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ആരോടെങ്കിലും? ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. നിങ്ങൾ തന്നെ പറയണു നമ്മൾ അതടിക്കണു, ഇതടിക്കണു, അതടിക്കണു, ഇതടിക്കണു അല്ലേ? അല്ലേ? ഈ നിയമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ചോദിച്ചാൽ ഇതെപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്? നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആക്ച്വലി നമ്മൾ പണ്ട് ജനിച്ചു പോകുന്ന സമയങ്ങളിൽ കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് കലാകാരന്മാരാണ് അവൻ അടിച്ചു കൂത്താടി നടക്കുന്നവനാണെന്നല്ലേ? പ്രതികരിക്കൂ. കലാകാരന്മാർ അടിക്കുന്ന കാര്യം പുതുമയുള്ള കാര്യമാണോ? ആണോന്ന് എന്ത് ലഹരിയാണെങ്കിലും അല്ലേ? നിങ്ങളെന്താ ഒന്നും പറയുക? അപ്പൊ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ല, വ്യക്തികൾക്ക്, പല വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനമുണ്ട്. പുരുഷ സ്ത്രീ വ്യത്യാസത്തിലല്ല ഈ വിവേചനം, മാർക്കറ്റ് പരമായിട്ടാണ്. ഒരു വ്യക്തിക്ക് മാർക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടോ, അവനെ എല്ലാവരും അതിക്രമം നേരിടുന്നത് സ്ത്രീകൾക്ക് നേരെ ഈ സിനിമാ മേഖലയിൽ മാത്രമാണ്. പറഞ്ഞോളൂ. എന്നാൽ സിനിമാ മേഖലയിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് നേരിടാത്തത് ശരിക്കും. ആക്ച്വലി എന്തെങ്കിലും നിങ്ങൾ നേരിട്ടാൽ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, നിങ്ങളുടെ മാധ്യമ മേഖല, അതായത് പത്രവാർത്താ മീഡിയകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മേഖല, പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖല, സ്കൂളുമായി ബന്ധപ്പെട്ട, ബാങ്കുമായി ബന്ധപ്പെട്ട മേഖല, എല്ലാ മേഖലകളിലും ഇത് നേരിടുന്നില്ലേ സ്ത്രീകൾ? ഉണ്ടോ? നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടികളെ പോലെ നിൽക്കരുത് എന്റെ മുന്നിൽ, ഒന്നും അറിയാത്ത പോലെ. ഇപ്പൊ സിനിമ മേഖലയിലുള്ളവരാരെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നേരിട്ടതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാതെ ഇരിക്കും അവർക്ക്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. ഈ സ്ത്രീ വിവേചനം നേരിടുന്ന സ്ത്രീകൾക്കും അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്കും ഒപ്പമാണോ? നമ്മള് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പമാണ്, മനസ്സിലായോ? അല്ലാതെ സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ വിവേചനത്തോടെയാണ് എൻ്റെ അടുത്ത് പറയുന്നല്ലേ? അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ? സ്ത്രീകൾ നേരിടുന്ന വിവേചനം ഞാൻ ജനിച്ചു വളരുന്ന സാഹചര്യം, അതായത് എൻ്റെ കുടുംബം, എൻ്റെ സമുദായം, ഞാൻ കണ്ടിട്ടുള്ള സ്കൂളുകൾ, മേഖലകൾ, സ്കൂൾ മേഖലകൾ, അത് കഴിഞ്ഞിട്ട് വന്ന ഫിലിം മേഖലകൾ, അല്ലെങ്കിൽ എല്ലാ വ്യവസായ മേഖലകളും, അല്ലെങ്കിൽ സാമൂഹിക സൊസൈറ്റി, അല്ലെങ്കിൽ ഈ നമ്മുടെ ട്രസ്റ്റ് മേഖലകൾ, എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാലും അല്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഈ കണക്കിന് എങ്ങനെ ജീവിക്കാം? പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത്? ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല, ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല, മനസ്സിലായോ? ഇവര് നല്ല ബുദ്ധിയാണ് സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. കണ്ടിട്ടുമില്ല, ഇനി അറിയത്തുമില്ല എന്നുള്ളതല്ല, അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? അല്ലേ? അപ്പൊ തന്നെ ആ സ്ത്രീ കാരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലോ ഈ പ്രശ്നം. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ, മനോഹരമായിരുന്നു. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ച വെച്ചാൽ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.